ഞാൻ മുന്ന. ഇതെന്റെ നാടല്ല, എനിക്കൊരു നാടുണ്ടായിരുന്നു. നാടെന്ന് പറഞ്ഞ കാട്. ആ നാട്ടില് എനിക്കൊരു പെരയുണ്ടായിരുന്നു. ആ പെരയില് എനിക്കെന്റെ അമ്മ ഉണ്ടായിരുന്നു. എന്റെ അമ്മ. കാടിന്റെ മക്കളായതുകൊണ്ട് ഒരു ജീവി ഞങ്ങൾ ഉപദ്രവിക്കാറില്ല. അത് കാരണം എൻ്റെ അമ്മയ്ക്ക് എന്നെ പൊന്നുപോലെ വളർത്താൻ പറ്റി. ആ അമ്മയ്ക്കൊരു ദീനം വന്നപ്പോഴാണ് ഞാൻ കാട് വിട്ട് നാട്ടിലെത്തിയത്. ഞങ്ങൾക്ക് ആരെങ്കിലും കാണണമെങ്കിലോ ഞങ്ങളെ കാണണമെങ്കിലോ എത്ര യജമാനന്മാരുടെ അനുമതി വേണമെന്നറിയോ? മറിച്ച് ചുരം കയറി വെടിയിറച്ചിയും തിന്ന് കാട്ടിൽ ഉല്ലസിക്കാൻ വരുന്നവർക്ക് ആരുടെ അനുമതി വേണ്ട. 12ഉം 13ഉം വയസ്സുള്ള ഞങ്ങളുടെ അനിയത്തിമാർക്ക് തന്തയില്ലാത്ത കുട്ടികളെ ഉണ്ടാക്കി കൊടുത്തിട്ടാ ഇവർ ചുരം ഇറങ്ങുക. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ സമ്മാനം ഈ ഞാൻ. ഞാൻ ചത്തേനെ. ഡോക്ടർ സാറേ, ഡോക്ടർ സാറേ. അതൊരു ചെറിയ പെൺകുട്ടിയാ. അതിന് അതിപ്പോ പെറും. അതിന്റെ കഴുത്തിൽ താലിയും ചരടും മണ്ണാങ്കട്ടി ഒന്നുമില്ല. ആ, എന്തായാലും പ്രസവല്ലേ, നോക്കാതെ പറ്റില്ലല്ലോ. റേഞ്ച് ഓഫീസറും 4 തുണക്കാരാ. ഭാരതത്തിന്റെ ഇതിഹാസം രചിച്ചൊരു കാട്ടാളനുണ്ട്, രത്നാകരൻ. അറിയില്ലേ? വാത്മീകി. ആ വാത്മീകിയുടെ തലമുറക്കാരാ ഈ ഞങ്ങൾ. ഈ ഭാരതം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാടായിരുന്നു, പെരുങ്കാട്. പിന്നീട് കാടിൻ്റെ മാറിലേക്ക് പലരും വന്നു. ആര്യന്മാർ, പറങ്കികൾ, പാഴ്സികൾ, ബ്രിട്ടീഷുകാർ, അങ്ങനെ പലരും. ഞങ്ങളുടെ മണ്ണും സമ്പത്തും ഇവരൊക്കെ കൈയടക്കി. അവസാനം മണ്ണിൻ്റെ മക്കളായ ഞങ്ങളൊക്കെ അടിമകളായി, ആദിവാസികളാക്കി. ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികളായ ഞങ്ങളെ ഒന്നുമല്ലതാക്കി. മാറി മാറി വന്ന ഭരണകർത്താക്കൾ പറയുന്നു കേരളത്തിലെല്ലാവർക്കും വീടായി, വെളിച്ചമായി, വിദ്യാഭ്യാസമായി എന്നൊക്കെ. നിങ്ങൾക്കറിയോ, കേരളത്തിൽ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ വീടില്ലാതെ, ഉടുക്കാൻ തുണിയില്ലാതെ പുഴക്കരയിലും ഗുഹയിലുമൊക്കെ കഴിയുന്നുണ്ട്. പോഷകാഹാരങ്ങളില്ലാതെ, ആവശ്യമായ വൈദ്യസഹായം ലഭിക്കാതെ നിരവധി സ്ത്രീകളും കുട്ടികളും മരിക്കുന്നുണ്ട്. ഈ ചൂഷണം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. പണ്ട് വനവാസത്തിന് വന്ന പാണ്ഡവരെ കാടിനുള്ളിൽ അട്ടകടിക്കാണ്ടും പുലി പിടിക്കാണ്ടും അന്നവും വെള്ളവും കൊടുത്ത് കാത്തു സംരക്ഷിച്ച കാടിന്റെ പുത്രി ഹിഡുംബിക്ക് പിന്നീട് അർജുനന്റെ ജീവൻ രക്ഷിക്കാൻ കാട്ടുപുത്രനായ ഘടോത്കചൻ തന്നെ വേണ്ടി വന്നു. യുദ്ധം ചെയ്തത് ഹിഡിംബിക്കുള്ള മോന് ഘടോത്കചന്. ഇന്ത ആള് ബന്ധജന തന്നെ 10,000കണക്കിന് ആളിനമ്പ കൊന്നത്. ഈണ്ണ കൊള്ളലേ കൗരവർക്ക് ಬೇರೆ ದಾರಿ ನೋಡಕ್ಕಂದಾಯ್ತು. ആള് ജാതിക്കാരന് ഉന്ത ആഞ്ഞടിച്ചല് തമ്പ്രാമാർക്ക് എടുത്ത് നില്ലലേ കൈന്തില്ലേ. എന്റെ തങ്ക മണി, എന്റെ പൊന്ന് മണി ചിന്തരിക്കില്ലാടി. എന്തരിത് മാതങ്കി, ഈ വേദനകൾ മറ്റും വച്ചോണ്ടിരിക്കാണ്ട് വല്ല മെഡിക്കൽ കോളേജിലും കൊണ്ട് കാണിര്. ആ മുന്നേ എവിടെ പോയി കിടക്കണേണ്? അവനോട് വേഗം വരാൻ പറ. ഇവിടെ പോസ്റ്റ് വലിക്കാനും പോക്കാനും ആളില്ലാണ്ടിരിക്കണേണ്. എല്ലാരും ഉണ്ടല്ലോ. ലക്ഷ്മി, നീ മാധുനെ ശരിക്കൊന്നും പരിശോധിക്കണം കേട്ടാ, മറക്കല്ലേ. വയ്യ പാവത്തിന്. നാളെ മധു കൊടുത്തുണ്ട്, മുന്നേം കൂട്ടി വന്ന് മധു എസക്ക്. അത് ആ നായ്മാറിനെ കണ്ടിട്ട് പാടേ 2 ജിനത്താണ് കാട് കെട്ടിട്ട്. മുന്ന എത്ര ഏളിലേ ഏന് കേളകാല. ആന ചേലായറത് എന്തിട്ടും ഒരു ബോധം ഇല്ലാതെ നടത്ത തന്നെ നടത്ത. ആ പട്ടിക്ക് പെരാന്തുണ്ടെങ്കിലാ അത് കടിക്കും.
നിന്നെ ആദ്യം തല്ലിക്കൊല്ലേണ്ടത്. അതിപ്പോ പണ്ടാരണ്ട് പറഞ്ഞ പോലെ സ്വന്തം മോൻ ചെയ്തൊന്നുമില്ല. പാമ്പിനെ പിടിച്ച കാര്യങ്ങൾ നീ അമ്മയടുത്ത് പറഞ്ഞോണ്ടല്ലോ. പാമ്പിനെ പിടിച്ചാൽ മാത്രടാ തവളേനെയും മരപ്പട്ടിനൊക്കെ പിടിക്കുന്നത് ഞാൻ പറയും. നീ ഒന്നല്ലല്ലോ ചോറ് വരുന്നത്. ആപ്പീസ് പണി കിട്ടുമാമ്പ കോളനിക്കാറ് അറ്റെല്ലാം മേളത്. ആ ആളാകുമ്പോ നായിനെയും പോത്തിനെയും എടുത്ത് നടത്താം. ബാട നിനക്ക് അമ്മക്കിട ഒരു സ്നേഹമില്ല. ഇവന് തേങ്ങിന് കിട്ടാൻ പോണത് നല്ല രസം. വെറുതെ നിനക്ക് ഇത്ര ശക്തി. കാര്യം കുറങ്ങിന്റെ ശക്തി എനിക്ക്. നിനക്ക് എന്നെ മുഖവും പോടപ്പട്ടി. സാറേ മരുന്നും വേണ്ടി വന്നു. ആ പൊക്കിക്കോടെ. ആ പോട്ടെ. മാവച്ച മുതലി എന്താണ് ഈ നേരത്ത്? എന്താ സാറേ? സുഖല്ലടാ, നമുക്ക് ഇവനെ ഇവിടെ തന്നെ അങ്ങോട്ട് തളച്ചാലോ? വിശ്വസ്തന, ഇവിടെ തന്നെ അങ്ങ് നിർത്താം. പിന്നെ കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ? അതെ, ക്യാമ്പ് കഴിഞ്ഞ് വണ്ടികളൊക്കെ പോകുമ്പോ നമ്മുടെ സാധനം കൂടി അങ്ങ് കടത്തിക്കോണം. ആ അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? താൻ കേറ്, നമുക്ക് ക്യാമ്പിലൊന്ന് മുഖം കാണിക്കാം. വാടേ. ചുമയൊക്കെ നല്ലോണുണ്ടോ? കണ്ണൂർന്നേ മരുന്ന് കഴിക്കാറില്ലേ? ആളുകളൊന്നും കാണാനില്ലല്ലോ. ഇവിടെ എന്തൊക്കെ മെഡിസിൻസാ വന്നിരിക്കുന്നത്? ഇതൊക്കെ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ. മരുന്നല്ല, ഇനി സ്വർണം കൊടുക്കാന്ന് പറയും ഇവറ്റുകൾ വരില്ല. അവർക്ക് ഈ കാട്ടിലുള്ള പച്ചമരുന്നുകളെല്ലാം പിഴിഞ്ഞു കൂട്ടിയ ഒറ്റമൂലി. അതിലാ വിശ്വാസം. എന്തു പറയാനാ? എന്താ സാറേ ഗാന്ധിജിയെ പോലുള്ള നേതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നത്? ആര് പറഞ്ഞു ലക്ഷ്മി ചെയ്തിട്ടില്ലാന്ന്? സ്വാതന്ത്ര്യം കിട്ടുമ്പോ നമ്മുടെ നേതാക്കളുടെ പ്രശ്നം ഇവിടെ ചിതറിക്കിടക്കുന്ന നാട്ടുരാജ്യങ്ങളും അതിൽ പല വർഗക്കാരും അവരിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരെ ഒരുമിച്ച് നിർത്തുക എന്നുള്ളതായിരുന്നു. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും പട്ടേലിന്റെയും അംബേദ്കറിനെയും പോലുള്ള മഹത് വ്യക്തികളുടെ കഠിന പ്രയത്നം കൊണ്ടാണ് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. പിന്നെ CK ജാനു, അഡ്വക്കേറ്റ് പൗരൻ, ഗീതാനന്ദനെയും പോലുള്ളവർ ഇപ്പോഴും കുടിൽകെട്ടലും നിൽപ്പ് സമരവും ഒക്കെയായി രാവും പോലും കഷ്ടപ്പെടുന്നുണ്ട്. നീ വണ്ടി തിരിച്ചിട്ടോ. വാടോ. ആ, ഇവളാണ് ഇവിടുത്തെ കളക്ടർ അല്ലേ? മുതലാളി മനസ്സ് വെച്ചാ ലക്ഷ്മിനെ ശരിക്കും ഒരു കളക്ടർ ആകാം. അതെ, ഇന്ത്യയിൽ 486 സമൂഹങ്ങളാണ് ഇവരുള്ളത്. അതായത് മൊത്തം 20 കോടി. ഇവരൊന്ന് ഒരുമിച്ച് നിന്ന് പ്രതികരിച്ചാലുണ്ടല്ലോ.